വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, കാരുണ്യവാനായ ദൈവത്തിന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. വളരെയേറെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് ദൈവാധീനത്താൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള നാം മനുഷ്യർ നാം ഒന്ന് എന്ന പ്രമേയത്തെ പുരസ്കരിച്ച് നടക്കുന്ന സ്നേഹസംഗമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇത്തരമൊരു പരിപാടി ഏറെക്കാലമായി നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതും എന്നാൽ വളരെ കാലമായി ഒരു സ്വപ്നമായി അവശേഷിക്കുന്നതുമായ മഹത്തായ ഒരു സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഒരേക സൃഷ്ടാവിന്റെ മക്കളാണ്, ഒരേക സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന നിലവാരത്തിൽ ചിന്തിക്കുകയും പരസ്പര സാഹോദര്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്തുടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും സ്നേഹമില്ലായ്മയും പരസ്പര വിദ്വേഷവും സ്പർദ്ധയുമാണ് എന്ന് വിശേഷിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ ലോകം തന്നെ വമ്പിച്ച ഒരു യുദ്ധത്തെ ശരിക്ക് വരവേൽക്കേണ്ടി വരുന്ന ദുരൂഹ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. നാം ജീവിക്കുന്ന നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ അയൽ രാജ്യവും ഏതൊരു സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകര പ്രവർത്തനത്തിന്റെയും വിധ്വംസക പ്രവർത്തനത്തിന്റെയും ഒക്കെ കേളിരംഗമായി നമ്മുടെ രാജ്യവും ദൈനംദിനം അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു, മതത്തിന്റെ മേലധ്യക്ഷന്മാർക്കും അതുപോലെ തന്നെ മതാനുയായികൾക്കും ഈ രാജ്യത്തിന് വലിയ സംഭാവന ചെയ്യുവാൻ സാധിക്കും എന്ന്. എല്ലാ പ്രവാചകന്മാരും ദൈവിക പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരെ ലോകത്തോട് പറഞ്ഞത് സത്യവും ധർമ്മവും സ്നേഹവും സമാധാനവുമാണ് എന്ന് നമുക്കാർക്കും തന്നെ തർക്കമില്ല. പക്ഷേ മതത്തിന്റെ ആളുകൾ പോലും ഈ ഒരു യാഥാർത്ഥ്യം എത്രമാത്രം മനസ്സിലാക്കി എന്നത് വളരെയേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് അണിനിരക്കുന്ന മഹത്തായ സ്നേഹസംഗമം എന്ന പരിപാടിയാണ്. ഈ സ്നേഹസംഗമത്തിന് നാം മനുഷ്യർ നാം ഒന്ന് എന്നുള്ള ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് തലക്കെട്ടായി ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഭാഷയിലും വേഷത്തിലും അതുപോലെ തന്നെ വിശ്വാസാചാര കർമ്മങ്ങളിലും നമുക്കിടയിലൊക്കെ പല വ്യത്യസ്തതകളുമുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാണ് എന്നത് നാം മറന്നുകൂടാ എന്നതാണ് ഈ സംഗമം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും. ആ ലക്ഷ്യസാഫല്യത്തിലേക്ക്, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് ഈ സംഗമം നടന്നു നീങ്ങട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 3:30 ആരംഭിക്കേണ്ടതായിരുന്നു. നല്ല പന്തലിന്റെ ചുവട്ടിൽ സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നേരത്തെ പരിപാടി തുടങ്ങണമെന്നായിരുന്നു സംഘാടകരുടെ ആഗ്രഹവും കണക്കുകൂട്ടലും. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ പന്തലെന്ന് പറയുന്നത് ഇവിടെ ശരിയാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ
ഈ വേദിയിലേക്ക് പരിപാടി മാറ്റുകയാണ്. അതുകൊണ്ടാണ് നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഭിന്നമായി കുറച്ചുകൂടി താമസിച്ച് ഈ പരിപാടി ആരംഭിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്, ഉണർത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നറിയിക്കുകയും ഈ പരിപാടിയിൽ വേദിയിലും സദസ്സിലും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോടും എന്റെ പ്രാർത്ഥന അറിയിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് 3 വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ നമ്മളോട് പരിചയപ്പെടുത്തി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ പരിപാടിയുടെ സുപ്രധാനമായിട്ടുള്ള ചടങ്ങ്, സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം അതായിരിക്കുമെന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഭഗവത്ഗീതയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി അതിന്റെ ആധികാരികമായിട്ടുള്ള പണ്ഡിതൻ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ബൈബിളിനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഉത്തരവാദപ്പെട്ട വ്യക്തിത്വം വേദിയിലുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്ന വ്യക്തിത്വവും നമ്മുടെ വേദിയിലുണ്ട്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വേദിയിൽ സംസാരിക്കാൻ ഏറ്റിരുന്നത് തിരുവനന്തപുരം മുരുക്കുംപുഴ ജുമാ മസ്ജിദിന്റെ ഖത്തീബ് ഷഹീർ മൗലവി അവറുകളായിരുന്നു. അദ്ദേഹവും ചില സാങ്കേതിക കാരണത്താൽ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ വിഷയം അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മാഹിയിലെ നമ്മുടെ പ്രിയ യുവ സുഹൃത്ത്, യുവ പണ്ഡിതൻ ആർ യൂസുഫ് സാഹിബ് അവറുകളാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കടക്കുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് കേരള വഖഫ് ബോർഡ് മെമ്പറും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന കൂടിയാലോചന സമിതി അംഗവുമായിട്ടുള്ള ബഹുമാന്യനായ PP അബ്ദുറഹിമാൻ സാഹിബ് അവറുകളാണ്. അദ്ദേഹം വേദിയിലുണ്ട്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ ദൂരത്തു നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തിരുവനന്തപുരം പാളയംപള്ളിയിലെ ഇമാം ബഹുമാന്യനായിട്ടുള്ള ജമാലുദ്ദീൻ മങ്കട അവറുകളാണ്. അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ അധ്യക്ഷനെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അവറുകളാണ്. അദ്ദേഹം വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള വാണിദാസ് ഇളയാവൂർ അവറുകളാണ്. അദ്ദേഹം വേദിയിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കണ്ണൂരിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളിലും അദ്ദേഹത്തിന്റെ നിറ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള പരിപാടി അദ്ദേഹം വളരെയേറെ ആഗ്രഹിക്കുന്നതും ഇടയ്ക്കിടെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. അദ്ദേഹത്തെ വളരെയേറെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമുക്ക് ആശംസാ പ്രസംഗം നിർവഹിക്കുന്ന മറ്റൊരു പ്രധാന വ്യക്തിത്വം നമ്മുടെ IG ശാന്താറാം IPS അവറുകളാണ്. അദ്ദേഹം വളരെ നേരത്തെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. യാതൊരുവിധ ഔപചാരികതകളുമില്ലാത്ത വളരെയേറെ നല്ല ഒരു വ്യക്തിത്വമാണ് IG ശാന്താറാം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. എനിക്കറിയാം, ഞങ്ങളുടെ സംഘടന തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ആര് സംഘടിപ്പിക്കുന്നു എന്നതിനപ്പുറം എന്താണ് ഇവിടെ വിഷയം എന്നത് നോക്കി ഈ രാജ്യത്തിന്റെ സമാധാന പാലനത്തിന് ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കേവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ആശംസാ പ്രസംഗം നിർവഹിക്കുവാനുള്ളത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ P ചന്ദ്രമോഹൻ അവറുകളാണ്. അദ്ദേഹം താമസിയാതെ വേദിയിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ വേദിയിലെ പ്രധാന പരിപാടിയായിട്ടുള്ള 3 വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്
ഭഗവത്ഗീതയെ സംബന്ധിച്ച് ബഹുമാന്യനായിട്ടുള്ള ശ്രീ പ്രേമാനന്ദ സ്വാമി അവറുകളാണ്. വർക്കലയിലുള്ള അദ്ദേഹം ഈ പരിപാടിയുടെ പ്രാധാന്യം ഒന്നുകൊണ്ട് മാത്രം ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ എല്ലാവരെയും വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ബൈബിളിനെ സംബന്ധിച്ച് ആധികാരികമായി നമ്മളോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന എന്റെ പിതൃതുല്യനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഫാദർ ദേവസി ഈരത്തറ അവറുകളാണ്. കണ്ണൂരിൽ നടക്കുന്ന മിക്കവാറും എല്ലാ വേദികളിലും അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലുള്ള പരിപാടികളെ വളരെ നന്നായി സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഫാദർ ദേവസി ഈരത്തറ അവറുകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഖുർആനിനെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്തും യുവ പണ്ഡിതനുമായിട്ടുള്ള ആർ യൂസുഫ് സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ, അതുപോലെ തന്നെ യുവജനങ്ങളെ, വളരെയേറെ പ്രായമുള്ള വയോവൃദ്ധരായിട്ടുള്ള സുഹൃത്തുക്കളെ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ, വിദ്യാർത്ഥികളെ, സാധാരണക്കാരെ മുഴുവനും ഈ വേദിയിലേക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലും അല്പം വെയിലുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഈ വലതുവശത്തിരിക്കുന്ന ആളുകൾക്ക് വെയില് അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ ക്ഷമ വളരെയേറെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പരിപാടിയുടെ മഹത്വം കൊണ്ടാണ് നിങ്ങളിങ്ങനെ ക്ഷമാപൂർവ്വം ഈ പരിപാടി വീക്ഷിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയാണ്. വേദിയിൽ പ്രാസംഗികമാരെ കൂടാതെ ബഹുമാന്യരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും മറ്റൊരാക്കിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ KPA റഹീം മാഷ് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ നിറസാന്നിധ്യമായിട്ടുള്ള അദ്ദേഹം വേദിയിലുണ്ട്. അതുപോലെ തന്നെ സർവോദയ മണ്ഡലത്തിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള TPR നാഥ് അവറുകൾ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ നേരത്തെ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള K രവീന്ദ്രൻ സാർ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരിയിലെ പ്രമുഖ ചിത്രകാരനും നമ്മുടെ രാജ്യത്തുടനീളം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചലനങ്ങളും സാന്നിധ്യവുമുള്ള KK മാരാർ അവറുകൾ വേദിയിലുണ്ട്. അതുപോലെ ആൾ ഇന്ത്യ റേഡിയോയിലെ K ബാലചന്ദ്ര അവറുകൾ വേദിയിലുണ്ട്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള SA പുതിയവളത്തിലുണ്ട്. നമ്മുടെ ജമാഅത്തിന്റെ ജില്ലാ സമിതി അംഗങ്ങളായിട്ടുള്ള K അബ്ദുൽ ലസീഫ് സാഹിബും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KP അബ്ദുൽ ലസീഫ് സാഹിബും SAP അബ്ദുസ്സലാം, PC മൊയ്തു മാസ്റ്റർ, അതുപോലെ തന്നെ TK മുഹമ്മദ് അലി, SIUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഫർമേസ്, VK ഗുട്ടു സാഹിബ്, അതുപോലെ തന്നെ VK മൊയ്തു ഹാജി തുടങ്ങിയിട്ടുള്ള ആളുകൾ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. ഡോക്ടർ P സലീം ഫ്രൈഡേ ക്ലബിന്റെ പ്രസിഡന്റാണ്, അദ്ദേഹം വേദിയിലുണ്ട്. ഒന്നോ രണ്ടോ പേരെ വിട്ടുപോകാൻ നല്ല സാധ്യതയുമുണ്ട്. അവരത് സമയം ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ എന്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. പരിപാടി അല്പം വൈകിയാണ് ആരംഭിച്ചത് എന്നതുകൊണ്ട് സമയത്തിൽ വളരെയേറെ ഇടുക്കമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രമുഖ പണ്ഡിതന്മാരാണ് വേദിയിലിരിക്കുന്നത്. അവരൊന്നും സുദീർഘമായി സംസാരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരല്ല. അവരൊക്കെ അവരുടെ ആശയങ്ങളും അവരുടെ ആത്മവിചാരങ്ങളും ഈ സദസ്സുമായി വളരെ സൗഹൃദപൂർവ്വം പങ്കുവെക്കുമെന്നാണ് ഞങ്ങൾ ഏവരും വിശ്വസിക്കുന്നത്. വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകളെയും എല്ലാവർക്കും വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനു വേണ്ടി വഖഫ് ബോർഡ് മെമ്പറും കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന കൂടിയാലോചന സമിതി അംഗവുമായിട്ടുള്ള PP അബ്ദുറഹ്മാൻ സാഹിബിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലം അലൈഹി. പരമകാരുണികനായ ജഗന്യേന്താവിന്റെ നാമത്തിൽ ഞാൻ ഇതിന് സമാരംഭം കുറിക്കുകയാണ്. സ്തോത്രങ്ങളെല്ലാം ദൈവം തമ്പുരാന് മാത്രം. പ്രവാചക ശ്രേഷ്ഠനിൽ ദൈവത്തിന്റെ കരുണാകടാക്ഷം സദാ വസിക്കുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള
പണ്ഡിതന്മാരെ, നേതാക്കളെ, ഗുരുഭൂതരെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇത് ഒരു ധന്യമായ സായാഹ്നമാണ്. ധന്യമായ ഈ സായാഹ്നത്തിലെ ഈ സദസ്സ് തികച്ചും പുണ്യം നിറഞ്ഞതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ കഴിച്ചുകൂട്ടുന്ന ഉദാത്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവിടെ കഴിച്ചുകൂട്ടുന്ന ഓരോ നിമിഷവും പടച്ച തമ്പുരാന്റെ അടുക്കൽ വിലപ്പെട്ട സുഹൃതമായി രേഖപ്പെടുത്തപ്പെടുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞാൻ നിങ്ങളെ സംബോധന ചെയ്യുന്നത്. ഈ സംഗമം കേവല സംഗമമല്ല, സ്നേഹസംഗമമാണ്. സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമാണ് അഖിലസാരമീ ഊഴിയിൽ എന്നാണ് പണ്ട് കയ്യെഴുത്ത് എഴുതി പഠിച്ചത്. ഈ ഉലകിന്റെ ആകസാരമാകുന്നു സ്നേഹം. അതാകുന്നു ഇന്ന് തികച്ചും അന്യം നിന്നുപോയിട്ടുള്ളത്. ലോകം അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിന് വേണ്ടി ഉഴലുകയാണ്, ദാഹിക്കുക. ലോകം വെമ്പലോടുകൂടി ദാഹാർത്ഥമായിക്കൊണ്ട് ആശിക്കുന്ന സ്നേഹത്തെ അതിന്റെ ഉദാത്തമായ രൂപത്തിൽ ഉത്കൃഷ്ടമായ രീതിയിൽ നമ്മൾക്ക് പ്രസരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് മാത്രമാണ് ഈ കാലഘട്ടത്തിലെ ഉദാത്തമായ മനുഷ്യ സേവ എന്ന് നാം തിരിച്ചറിയേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് സംബോധന ചെയ്യുമ്പോൾ മനുഷ്യ മക്കൾ സ്നേഹശൂന്യമായ രീതിയിൽ, ചിരാതമായ രീതിയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്നേഹത്തിന് പാരപണിയുന്ന, സ്നേഹത്തിന്റെ കണ്ടകോടാലിയായി നിലകൊള്ളുന്ന ഒരുപാട് വീക്ഷണങ്ങളും സമീപനങ്ങളും സ്നേഹമാകുന്ന ഉദാത്തമായ മൗലികമായ സംഗതിയെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യസ്നേഹം അത് ഉയർത്തിപ്പിടിക്കാത്ത ദർശനങ്ങളില്ല, അതിനടിവരയില്ലാത്ത മതങ്ങളുമില്ല. പക്ഷേ ദർശനങ്ങൾ അടിത്തറയാവേണ്ടിടത്ത് സ്നേഹം മേൽക്കൂരയായി നിലകൊള്ളേണ്ടിടത്ത് വേറെ പലതും അടിത്തറയായി നിലകൊള്ളുന്നു. വേറെ അനഭിലഷണീയമായ പലതും മേൽക്കൂരയായി മാറുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതാണ്. വിസ്തരിച്ച് സംസാരിക്കാൻ സന്ദർഭമില്ല. പ്രബുദ്ധമായ ഈ സദസ്സിന് സൂചനകൾ മാത്രം മതിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആറ്റിക്കുറുക്കി സംക്ഷേപിച്ചുകൊണ്ട് ചില സൂചനകൾ മാത്രം ഈ സദസ്സുമായി പങ്കുവെക്കുന്നത്. വിശ്വലോകം, വിശ്വസ്നേഹം, വിശ്വസാഹോദര്യം ഏകനായ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികൾ എന്ന നിലക്കുള്ള വിശ്വദർശനം അത്
കുറെ നൂറ്റാണ്ടുകളായി കുറേശ്ശെ നമുക്ക് കൈമോശം വന്ന് അങ്ങേയറ്റത്തെ ഒരു അധപ്പതനത്തിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു. സ്നേഹത്തിന് ചേരാത്ത, സ്നേഹത്തെ നശിപ്പിക്കുന്ന ഒരുപാട് വീക്ഷണങ്ങൾ നമ്മുടെ ദർശനത്തെ അട്ടിമറിച്ചിരിക്കുന്നു. ജന്മനാട്ടിനോട് സ്നേഹം വേണ്ടതുണ്ട്. മാതാവിനെ സ്നേഹിക്കും പോലെ മാതൃഭൂമിയെയും സ്നേഹിക്കണം. പക്ഷെ എന്താണ് മാതൃഭൂമിയോടുള്ള സ്നേഹം? പാട്രിയോട്ടിസം. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ഗുണകാംക്ഷയുള്ള ഒരാളാകുകയും ഈ നാട്ടിന്റെ വളർച്ചയിലും ഉയർച്ചയിലും എന്റേതായ ക്രിയാത്മക പങ്ക് നിർവഹിക്കുകയും ചെയ്യുന്നതാണല്ലോ. അതിനു പകരം മറ്റൊരു ദേശത്തോട്, മറ്റൊരു സമൂഹത്തോട് അന്ധമായ ഭ്രാന്തമായ വിരോധങ്ങൾ, ശാസ്ത്രങ്ങൾ പുലർത്തിക്കൊണ്ട് അതിന് ദേശസ്നേഹത്തിന്റെ മേലങ്കി അണിയിക്കുമ്പോൾ സ്നേഹമെന്ന പരിശുദ്ധമായ സംഗതി ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാകുന്നു എന്ന് മനുഷ്യസ്നേഹികളായ ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ദേശസ്നേഹവും ദേശീയതയും വേർതിരിച്ച് മനസ്സിലാകാനാവാത്ത ഒരു ദുരവസ്ഥ വന്നുയർന്നിരിക്കുക. പാട്രിയോട്ടിസവും നാഷണലിസവും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഭ്രാന്തമായ ദേശീയത ദേശസ്നേഹമായി വ്യവഹരിക്കപ്പെടുന്നു. അതിന്റെ ഫലം സ്വന്തം നാട്ടിനെ സ്നേഹിക്കാൻ നേരമില്ല. അതിന് ഉത്തമമായ രീതിയിൽ ഉദാത്തമായ കാഴ്ചപ്പാടോടുകൂടി ദേശസ്നേഹം പുലർത്താൻ മനസ്സുമില്ല. മറിച്ച് മറ്റാരോടോ ഉള്ള വിദ്വേഷ വിരോധങ്ങൾ വിസർജിച്ചുകൊണ്ട് ദേശസ്നേഹത്തിന്റെ മേലിനടിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹമെന്താണെന്നും ദേശസ്നേഹമെന്താണെന്നും മനുഷ്യസ്നേഹമെന്താണെന്നും നന്നായി പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ വേദിയിലുള്ള ഞാൻ ഗുരുതുല്യം ആദരിക്കുന്ന മതപണ്ഡിതന്മാർ അതാത് സമൂഹങ്ങളിൽ ക്രിയാത്മകമായ രീതിയിൽ നടത്തണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അവരോട് താണുകയാണ് അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ ഭീകരമായ മാരകമായ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ അങ്ങിങ്ങ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യ രാശിക്ക് ഗുണകരമല്ല. ഇതിൽ മനുഷ്യ സ്നേഹത്തിന്റെ അംശം ലവലേശമില്ല. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അകലെ മധ്യപൗരസ്ത്യ ദേശത്തേക്ക് നാം നമ്മുടെ ദൃഷ്ടി വായിച്ചാൽ ഏതൊരു മനുഷ്യ സ്നേഹിയെയും അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദാരുണമായ ദുരന്ത കാഴ്ചകളാണ് പലസ്തീനിലും പരിസരത്തും നാം കുറെ നാടുകളായി, കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ന്യായീകരിക്കപ്പെടുന്നത് ദേശീയത, അന്ധമായ ഭ്രാന്തമായ അർത്ഥശൂന്യമായ അനർത്ഥകരമായ ദേശീയതയുടെ മേൽവിലാസത്തിലാണ്. അർണോൾഡ് ടോയിൻബി എന്ന വിശ്വവിഖ്യാത ചരിത്രകാരൻ അടിവരയിട്ട് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നടന്നത് ദേശീയത്വം കാരണമായിട്ടാണ്, നാഷണലിസത്തിന്റെ പേരിലാണ്. ഈ നാഷണലിസത്തിന്റെ വേരറക്കാൻ മതങ്ങളുടെ വിശിഷ്ട മൂല്യങ്ങൾ ക്രിയാത്മകമായ രീതിയിൽ, രചനാത്മകമായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ മനുഷ്യ മക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. കാരണം മതം മാനവയോളം പഴക്കമുള്ളതാണ്. അതിന് ദേശീയതയുടെ അതിർവരമ്പുകളില്ല. ദേശീയതയുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് മനുഷ്യരെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാകുന്നു നല്ല അർത്ഥത്തിൽ, നല്ല രീതിയിൽ മതം.
അതുകൊണ്ട് മതത്തിന്റെ യഥാർത്ഥമായ പഠനത്തിലൂടെ, മതത്തിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെ മാത്രമേ സ്നേഹത്തെ ജനങ്ങളിലേക്ക് തൃണമൂല വിധാനത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഏതോ അർത്ഥത്തിൽ മതത്തെ മുറുകെ പിടിക്കുന്ന മതവിശ്വാസികളായ നാം എല്ലാവരും തിരിച്ചറിയേണ്ടത്. ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം നിർത്തുകയാണ്. മുഹമ്മദിന് പറയുകയുണ്ടായി, നിങ്ങൾ ദൈവത്തിന്റെ മഹൽ ഗുണങ്ങളെ സ്വാംശീകരിക്കാൻ ശ്രമിക്കണം. ദൈവം തമ്പുരാനോടുള്ള സ്നേഹമാണല്ലോ യഥാർത്ഥ മതവിശ്വാസം. ദൈവം തമ്പുരാനോടുള്ള ആ ഏകമഹാശക്തിയോടുള്ള സ്നേഹം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം. അങ്ങനെ നമ്മൾക്കൊരു ഉൾപ്രേരണയുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മഹൽ ഗുണങ്ങളെ സാധ്യമായ അളവിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കാം. നബി പറഞ്ഞു, തഹല്ലഖൂ ബി അഖ്ലാഖില്ല, നിങ്ങൾ സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ മഹൽ ഗുണങ്ങളെ സ്വായത്തമാക്കാൻ, സാധ്യമായ അളവിൽ സ്വാംശീകരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അപ്പോഴും മനുഷ്യൻ ദൈവമാവുകയില്ല ഉറപ്പ്. പക്ഷേ ദൈവത്തിന്റെ ഗുണം, ദൈവത്തിന് ഒരുപാട് വിശേഷ ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചുരുങ്ങിയത് 99 സൽനാമങ്ങളിലും വിശുദ്ധ ഖുർആനിൽ ദൈവത്തെ പരിചയപ്പെടുത്താനുണ്ട്. അതിൽ അല്ലാഹു എന്നത് സത്തയുടെ നാമം. തുടർന്ന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിൽ മികച്ചു നിൽക്കുന്നത് അർ റഹ്മാൻ എന്ന നാമമാകുന്നു. അതിന്റെ മലയാളത്തിലെ ലളിതമായ പരിഭാഷ പരമകാരുണികൻ എന്നാകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വണങ്ങിയവർക്കും വണങ്ങാത്തവർക്കും, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, വിശ്വാസികൾക്കും ധിക്കാരികൾക്കും ഒരുപോലെ ധാരാളമായി കൃപയും കരുണയും ചൊരിയുന്ന മഹാശക്തി എന്നതാകുന്നു അർ റഹ്മാൻ എന്ന ആ നാമത്തിന്റെ പൊരുൾ. അല്ലാഹു എന്ന സത്താനാമത്തിന് ബദലായി, സബ്സ്റ്റിറ്റ്യൂട്ടായി ഖുർആൻ ഉപയോഗിച്ച ഏക വിശേഷണ നാമം അർ റഹ്മാൻ എന്നതാകുന്നു എന്ന് ആനുഷംഗികമായി പറയുക. മറ്റൊരിക്കൽ മുഹമ്മദ് നബി പറഞ്ഞു, അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ എല്ലാം ഏകനായ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളെല്ലാം അല്ലാഹുവിന്റെ പരിവാരമാണ്. ഈ പരിവാരത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, ഈ പരിവാരത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യ സ്നേഹികളാവുക, മനുഷ്യോപകാരികളാവുക. വീക്ഷണ വൈജാത്യങ്ങൾ അവസാനിച്ചുകൊണ്ട് നമുക്ക് സ്നേഹം പുലർത്താൻ സാധിക്കില്ല. വീക്ഷണ വൈജാത്യം എന്നത് സൃഷ്ടിപ്പിൽ അന്തർലീനമായ ഒരു സംഗതിയാണ്. ഖുർആൻ പറഞ്ഞു, വലാ യസാലു മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക് വലിദാലിക ഖലഖഹും. അറിയുക, മനുഷ്യർ വീക്ഷണത്തിൽ, സമീപനങ്ങളിൽ വൈജാത്യം പുലർത്തുന്നവരായിക്കൊണ്ടേയിരിക്കും. അതവസാനിക്കില്ല. വലിദാലിക ഖലഖഹും, അതിന് തന്നെയാണ് അവരെ പടച്ചിട്ടുള്ളത്. വീക്ഷണ വൈജാത്യം ബുദ്ധിയുടെ ഫലമാണ്. അതിൽ ഒരു പരീക്ഷണത്തിന്റെ വശമുണ്ട്. അധികം നല്ലത് അതിജീവിക്കും, അത് കാലത്തിന്റെ കറക്കത്തിൽ വിധിയൊഴുത്തപ്പെടുന്നു. പക്ഷെ നമ്മളാണ് പക്ഷപാതികളാകരുത്. എനിക്കെന്റെ മനത്തോടുള്ള സ്നേഹം പരമവിദ്വേഷമായി മാറരുത്. എനിക്കെന്റെ ഉമ്മയോടുള്ള സ്നേഹം ആരാന്റെ ഉമ്മയെ ഉപദ്രവിച്ചുകൊണ്ട് കാഴ്ചവെക്കുന്ന ക്ഷീണമായ ശരിയല്ലാത്ത സ്വഭാവം നാം വിഭാവനം ചെയ്യണം. എന്റെ ഉമ്മയെ ഞാൻ സേവിക്കണം. ആരാന്റെ ഉമ്മയെ ദ്രോഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയോട് സ്നേഹം കാണിക്കണം. സ്വന്തം ഭാര്യ വന്ധ്യയാണെങ്കിൽ ചികിത്സ നടത്താം. പക്ഷെ അന്യന്റെ ഭാര്യമാർക്കെല്ലാം വഞ്ചങ്ങൾ വിരിച്ചുകൊണ്ട് സായുജ്യം കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ മനസ്സിന് ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുണ്ട്. ആ രോഗം ചികിത്സിക്കാൻ ഭൗതിക ദർശനങ്ങൾ അശക്തമാണ്. ദൈവികമായ ദർശനത്തിലൂടെ, ദൈവികമായ മൂല്യങ്ങളിലൂടെ, മഹത്തായ മതമൂല്യങ്ങളിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള മനോവൈകൃതങ്ങളെയും മനോരോഗങ്ങളെയും ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അവസാനിക്കുകയാണ്. ബഹുമാന്യരായ മതപണ്ഡിതന്മാർ വേദിയിലുണ്ട്. മതത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങൾ ബഹുജനങ്ങളിലേക്ക് ഉത്തമമായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ ചലനത്തിന്, ഒരു പുതിയ വിപ്ലവത്തിന്, ഒരു പുതിയ പ്രഭാതത്തിന് ഈ സദസ്സ് നിമിത്തമാകുമാറാകട്ടെ എന്ന് ജഗന്യന്താവായ അല്ലാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്ര നേരം സഹിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ വിരമിക്കുന്നു. സർവസ്തുതിയും അല്ലാഹുവിന്.